KPCCയുടെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാർ റീൽസിലൂടെ വളർന്നു വന്നവരല്ലേ? റീൽസ് ഇല്ലെങ്കിൽ, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ, ചില മാധ്യമങ്ങളില്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടോ ഇന്ന് കേരളത്തിൽ? ഇവരെ ജനങ്ങൾ അറിയോ ഇന്ന് കേരളത്തിൽ? ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ റീൽസിലൂടെയും മറ്റും ജനങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതിന് എന്തിനാ ഇവർക്ക് ഇത്ര അസ്വസ്ഥമാകേണ്ടത്? ശ്രീ വി വസീഫ്, ദേശീയപാത പണിയുന്നത് ദേശീയപാത അതോറിറ്റി നിയോഗിച്ചിട്ടുള്ള കരാറുകാരാണെങ്കിലും ദേശീയപാത വലിയ ക്ലെയിമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദമായി വരുന്നത് ദേശീയപാതയാണ്. അതാണിപ്പോൾ വഴി നീളെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വിമർശനം വരും. ആ വിമർശനത്തോട് കടന്ന് പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ? ഇന്നിപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ആദ്യം ഈ പാതയുടെ കാര്യത്തിൽ തള്ളലായിരുന്നു, പിന്നെ ദേശീയപാതയിൽ വിള്ളൽ വീണു, അതേക്കുറിച്ച് പറയുമ്പോൾ തുള്ളലാണ് എന്ന് KPCC പ്രസിഡന്റ് പറയുകയാണ്. അഭിലാഷ്, നമ്മളിത് കുറേ ദിവസം ചർച്ച ചെയ്തതാണ്. നമ്മളിതിൽ കാണേണ്ടത്, നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഈ ദേശീയപാതയുടെ പരിപാടി, അതായത് ആ പ്രൊജക്റ്റ് തന്നെ ഉപേക്ഷിച്ച് പോയതാണ്. 2015 അത് പൂർണ്ണമായും അവരതെല്ലാം അവസാനിപ്പിച്ച് അത് നിർത്തി. കാരണം ഇത് നടക്കില്ല എന്നുള്ള ബോധ്യം കേന്ദ്ര ഗവൺമെൻറ്റിന് വന്നു. അതിനുശേഷമാണല്ലോ പിണറായി വിജയൻ വരുന്നത്. ഇത് ഈ നാട് അറിയണ്ടേ? ഒരു ദേശീയപാത അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ എന്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റോള് എന്ന് അത്യാവശ്യം അറിയുന്നവർക്കൊക്കെ അറിയാലോ. എന്തൊക്കെ പറഞ്ഞാലും KC വേണുഗോപാലിനും ഈ പറയുന്ന KPCC പ്രസിഡന്റിനൊന്നും ഇതറിയാത്തതല്ല. അതിൽ ഇടതുപക്ഷം എടുത്തൊരു എഫേർട്ട് ഉണ്ട്. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അതിലെടുത്ത ഒരു താല്പര്യവും ഒരു അധ്വാനവും ഉണ്ട്. ഈ നാട്ടിലാകെ നടന്ന് ഇരുവശത്തുമുള്ളവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിച്ച് അവർക്ക് അർഹമായ പണം നൽകി അതിന് അഡീഷണലായി ഏകദേശം 5600 കോടിയോളം രൂപ അനുവദിച്ച് അങ്ങനെ ഈ പദ്ധതി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി പോവുകയാണ്. ഈ ഹിന്ദു പത്രം തന്നെ, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് നമ്മളൊക്കെ വായിച്ചതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പറയുകയാണ്, കർണാടകയിൽ ഒച്ചിന്റെ വേഗതയിലാണെങ്കിൽ കേരളത്തിൽ അതിവേഗതയിലാണ് നാഷണൽ ഹൈവേ നടക്കുന്നത്. ഈ ദേശീയപാത വേഗത്തിൽ പണി കേരളത്തിലെ ഗവൺമെന്റ് നടക്കാതിരിക്കുന്നതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം എന്താണ്? ഈ താങ്കൾ പറയുന്ന അതിവേഗം പണിതുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ ഗുരുതരമായ നിർമ്മാണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് KC വേണുഗോപാൽ. PSC ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിശദീകരണം തേടുന്നു. ദേശീയപാത അതോറിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലാണ് വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാതയുടെ ഡിസൈൻ തന്നെ പ്രശ്നങ്ങളുള്ളതാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. KNR കൺസ്ട്രക്ഷൻസ് പറയുന്നത് ഞങ്ങൾ അവിടെ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വയഡക്റ്റ് നിർമ്മിക്കേണ്ടടുത്ത എംബാങ്ക്മെന്റ് ആണ് ഉണ്ടാക്കിയത്. കേരളത്തിന്റെ മണ്ണിന്റെ സവിശേഷ സാഹചര്യം പഠിക്കാതെയുള്ള, അതിയായ സോയിൽ സ്റ്റഡി നടത്താതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നു. പലയിടത്തും കുന്നുകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. സോയിൽ നെറ്റിംഗ് പൂർണ്ണമായ നിലയിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ PSC മുമ്പാകെ ദേശീയപാത അതോറിറ്റി ഈ കരാർ കമ്പനി വരുത്തിയിട്ടുള്ള വീഴ്ചകളും ഈ ഡിസൈൻ തന്നെ പാളിപ്പോയതായും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതൊരു സ്വാഭാവിക നടപടിക്രമമല്ലേ? നമ്മുടെ നാട്ടിൽ ഈ നിർമ്മാണം നടന്നാൽ പോരല്ലോ, ശരിയായ നിലയിൽ നടക്കണ്ടേ, ഇടിഞ്ഞു വീഴാതെ നടക്കണ്ടേ? അപ്പോൾ അതിൽ അക്കൗണ്ടബിൾ ആകേണ്ട ആളുകൾ അക്കൗണ്ടബിൾ ആകണം. അതനുസരിച്ച് ദേശീയപാത അതോറിറ്റി PSCയിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതിനെന്താണ് കുഴപ്പം? അതിലിപ്പോ ഈ ബേജാറാവുന്നത് എന്തിനാണ്? ആർക്കാ ബേജാറ്? ഞാൻ അതാ പറഞ്ഞു വന്നത് അഭിലാഷേ. ഇത് വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് ഇത് കേരളത്തിലെ ജനങ്ങളാകെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപകടമുണ്ടായി, ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. ആ സമയത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളാകെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. നമ്മളൊക്കെ അതിൻ്റെ ഒരു പ്രയാസമാണ്. കാരണം ഒരു വലിയ വികസന പ്രവർത്തനത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ നമ്മളത് മനസ്സിലാക്കും. ആ സമയത്ത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി, ഇതൊരു സുവർണാവസരമായി എടുക്കുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടത്? നേരത്തെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഇതൊരു സുവർണാവസരമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ ഇപ്പോൾ അതൊരു സുവർണാവസരമായി, ഇതെന്തോ സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തോ പാളിച്ചയാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി ശ്രമിക്കുകയും എങ്ങനെയെങ്കിലും ഇത് ഡിലേ ആക്കാനുള്ള, ഇതൊന്ന് വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ശ്രമമുണ്ട്. കാരണം ഇത് നടത്തി പൂർത്തീകരിച്ചാൽ അത് ഇടതുപക്ഷത്തിന് അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകും, അതിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരം ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുക്കും എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ബാക്കി പ്രശ്നങ്ങൾ, ഡിസൈൻ, അതിൻ്റെ നിർമ്മാണത്തിൽ എഞ്ചിനീയറിംഗ് പിഴവുകൾ എല്ലാം അതാരാ നോക്കേണ്ടത്? കേരളത്തിലെ ഗവൺമെന്റിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല.
അതിന് എഞ്ചിനീയറിങ്ങും അതിൻ്റെ കരാറും അവരുടെ കരാറുകാരുമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഈ വൈദഗ്ധ്യം ഉൾപ്പെടെ അതെല്ലാം പരിശോധിക്കേണ്ടതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉറപ്പുവരുത്തേണ്ടതും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ്, NHAI ആണ്. അവരത് ചെയ്യുകയും അവരോടത് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ അതിന് ഇടപെടുന്നുമുണ്ട്. അതിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം എല്ലാം ഉറപ്പുവരുത്തണം, അത് ആ രീതിയിൽ തന്നെ പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ കൂടി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഡിലേ ആക്കി കളയാം, ഇതൊന്ന് ബെടക്കാക്കി തനിക്കാക്കാം എന്ന് പറഞ്ഞതുപോലെ ഇതൊന്ന് ബെടക്കായാൽ, ഇതൊന്ന് മോശമായാൽ ഞങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് കരുതുന്ന തരത്തിൽ ഇടപെടുന്നുണ്ട് കേരളത്തിലെ UDF എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ആ തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ഇവർ പറഞ്ഞു, ഈ KPCC പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ഈ റീൽസ് ഇടുന്നതും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നതും ഒക്കെ തെറ്റാണ് എന്നാ. യഥാർത്ഥത്തിൽ അത് അവകാശപ്പെടണ്ടേ? അഭിലാഷിന് തന്നെ ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ ഇതിലൊരു പങ്ക്, ഇതിലൊരു ക്രെഡിറ്റ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇല്ല എന്ന്? ഇതിൽ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഈ ഒരു വികസനം, ഇവിടെ മുടങ്ങിപ്പോയ വികസനം തുടരുന്നതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ട്, വലിയ റോളുണ്ട്. എന്നാൽ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് NHAIയുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അവരാണ് അത് നോക്കേണ്ടത്. എന്നാൽ ഇവിടെ ഈ വികസനം കൊണ്ടുവരുന്നതിന് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം റീൽസ് ഇടുകയും അതിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു പ്രയാസമുണ്ട് എന്നാ പറയുന്നത്. ഈ KPCCയുടെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാർ റീൽസിലൂടെ വളർന്നു വന്നവരല്ലേ? റീൽസ് ഇല്ലെങ്കിൽ, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ, ചില മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടോ ഇന്ന് കേരളത്തിൽ? ഇവരെ ജനങ്ങൾ അറിയോ ഇന്ന് കേരളത്തിൽ? ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ റീൽസിലൂടെയും മറ്റും ജനങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതിന് എന്തിനാ ഇവർക്ക് ഇത്ര അസ്വസ്ഥമാകേണ്ടത്? ആ പ്രയാസമാണ് അവരിങ്ങനെ കാണിക്കുന്നത്. ശരി.